ഹലോ നമസ്കാരം, താരസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നും ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് കാനഡയിലെ ഏറ്റവും വലിയ സിറ്റിയായ ടൊറൻറ്റോയിലേക്ക് പോകുന്നൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാനഡയിലെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ടൊറൻറ്റോ. ഇപ്പോൾ കാനഡയിൽ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ടൊറൻറ്റോ സിറ്റി സന്ദർശിക്കാതെ ആരും പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അത് മരുമകനും മകൾക്കും വേറൊരു വിസ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. US വിസിറ്റിംഗ് വിസയ്ക്കുള്ള വെരിഫിക്കേഷനും കൂടി വേണ്ടിയിട്ടാണ്, മകളുടെ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ടൊറൻറ്റോ ഒന്ന് കണ്ടുകൊണ്ട് മടങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് വളരെ വലിയ സിറ്റിയാണ്. അനേകം കെട്ടിടങ്ങൾ പോണ വഴിക്ക് തന്നെ കാണാൻ പറ്റും. അനേകം വലിയ വലിയ കെട്ടിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാമുള്ളൊരു വലിയ സിറ്റിയാണിത്. ചുറ്റും നോക്കിയാൽ ഫുള്ള് ബഹുനില കെട്ടിടങ്ങളാണ് ചുറ്റുമുള്ളത്. അപ്പം ഞങ്ങളെ കൊണ്ട് അവിടെ പോയി വിസയുടെ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഓരോ ടൗണൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇതൊക്കെ ഓൾഡ് ടൊറൻറ്റോന്ന് പഴയ ടൊറൻറ്റോയിലുള്ള കെട്ടിടങ്ങൾ കുറേ ഭാഗത്ത് കാണാം. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇഷ്ടംപോലെ വിദേശികളും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വിദേശികളെ ആകർഷിക്കാനുള്ള പലതരം എക്യുപ്മെൻറ്റ്സൊക്കെ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ വഴിയരികിലുള്ള പൂക്കളുടെ ശേഖരമാണത്. വെറുതെ വഴിയിലിങ്ങനെ റോഡിൻ്റെ സൈഡിലായിട്ട് ഓരോ ചതുര ഇതിൽ പൂക്കളിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതാണ് കാണിച്ചേക്കണത്. ഇത് ഓൾഡ് പഴയ കെട്ടിടത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. പിന്നെയൊക്കെ ഉള്ളത് ബഹുനില കെട്ടിടങ്ങളാണ്. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചത് ഒരു ബീച്ചിൻ്റെ തീരത്തായിരുന്നു. പോണത് ബസ്സിൻ്റെ പോലെയുള്ള മെട്രോ പോലെയുള്ള ബസ്സാണ്. നീളത്തിലുള്ള റോഡിൻ്റെ നടുക്കിൽ കൂടി തന്നെ ആ മെട്രോയ്ക്ക് പോകാനുള്ള ഒരു പാതയുണ്ട്, റെയിൽ പാത പോലെ. അപ്പോൾ അതിൽ കൂടിയാണ് ആ മെട്രോ സർവീസ് പോകുന്നത്. മെട്രോ അല്ല, ബസ് പോലെ തന്നെയുള്ള മെട്രോ, നല്ല നീളമുള്ള ബസ്. അതിങ്ങനെ നടുക്കിൽ കൂടി പോകും. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ വേറെയുള്ള വാഹനങ്ങൾക്ക് അതിൽ കൂടി സഞ്ചരിക്കാം. ഇത് പോകുന്ന സമയത്ത് ഒരു സൈറൺ മുഴങ്ങുമ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ല എല്ലാ റോഡുകളിലും അങ്ങനത്തെ സർവീസ് ഉണ്ട്. ഇതൊരു പള്ളിയാണ്, പക്ഷേ പള്ളിയൊക്കെ അടച്ചിട്ടേക്കാണ്. പള്ളിയും പരിസരങ്ങളൊക്കെ നല്ല നീറ്റിലല്ല വെച്ചേക്കണത്. കുറച്ച് ഇങ്ങനെ ഈ സ്ട്രീറ്റിലൊക്കെ താമസിക്കുന്ന കുറേ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയാണെങ്കിലും ഒന്ന് കയറാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അതടച്ചിട്ടേക്കാണ്. പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് മാറിപ്പോന്ന്. എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോന്നു. പിന്നെ ബീച്ചിലൊക്കെ, ബീച്ചെന്ന് പറയാൻ കടലല്ല, ഒരു പുഴ പോലെയാണ് കിടക്കുന്നത്. ചെറിയ ചെറിയ തിരമാലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ.
ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ബീച്ചിൽ ഒട്ടും വെയിലാണെങ്കിലും നമുക്ക് ഒട്ടും ചൂടില്ല. ആ നടുക്ക് കണ്ട മഞ്ഞിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ പോലെ അടിയിൽ നിന്ന് ഇങ്ങനെ അവർ അതിൻ്റെ നല്ല തണുപ്പുള്ള ഏരിയയാണത്. നമുക്ക് നടുക്ക് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ മഞ്ഞുകണങ്ങൾ നമ്മുടെ മേത്തോട്ടൊക്കെ ഇങ്ങനെ വീഴും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ അധികം കാനഡിയൻസും അമേരിക്കക്കാരൊക്കെയാണ് കൂടുതൽ വന്നേക്കണത്. ഇവിടേക്ക് ഇന്ത്യൻസ് കാണാൻ വരല് വീക്കെൻഡിലോ അങ്ങനെയുള്ള സമയത്തൊക്കെ ഉള്ളൂ. ഇഷ്ടംപോലെ വിദേശികൾ വരുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇത് ബാർ ആൻഡ് ഗ്രിൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നാടൻ ഫുഡോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെയൊന്നും ഇവിടെ കിട്ടില്ല. പിസ്സയും ബർഗറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ഉള്ളിലിരുന്നാണ് ഞങ്ങൾ കഴിക്കണത്. അപ്പോൾ വിദേശികളും ഇവർ കാനഡിയൻസൊക്കെ പുറത്തൊക്കെ ഇരുന്നാണ് അവർ വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഇരുന്ന് കഴിക്കണത്. വെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് വെയിൽ കൊള്ളുകയും ചെയ്യും. പിന്നെ പുറത്തൊക്കെ ഇരുന്നിട്ട് വെയിലത്തിരുന്നൊക്കെയാണ് ഭക്ഷണം അധികം കഴിക്കണത്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ബീച്ച് സൈഡാണിത്. നല്ല കാറ്റും നല്ല രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അതൊക്കെ കണ്ട് തന്നെ നമുക്ക് അറിയണം. അപ്പം ഞങ്ങളിങ്ങനെ മകൻ്റെ വീട്ടിലേക്ക് വന്നത് കാരണം നമ്മൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. നമ്മളിപ്പോൾ ഒരു ടൂറിനിങ്ങനെ വരികയാണെങ്കിൽ ട്രിപ്പായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഇത്രയും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയി അതിലെ കാഴ്ചകളൊക്കെ കണ്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഇത്രയും നാൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാനഡ ഒരുവിധം കുറേ സ്ഥലങ്ങളൊക്കെയും മക്കൾ കാണിച്ചു തന്നു കൊണ്ടുവന്ന്. കുറേ വീഡിയോ ഒക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ, കുറേ ഒന്നും ഇട്ടിട്ടില്ല. ഇനിയൊരു ആനിമൽ സഫാരി എന്നുള്ളൊരു സഫാരി കാണാൻ ഞങ്ങൾ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലം കാണാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞങ്ങളൊരു അക്വേറിയം ഉണ്ട്, CN ടവർ ഉണ്ട് ഇവിടെ. ഇങ്ങനെ നമ്മൾ മുകളിലൊക്കെ ഇത് കാണുന്നതാണ് CN ടവർ. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നടുക്കേ കൂടി പോണ വഴിയിലൂടെ മുകളിലോട്ട് നമ്മൾ ലിഫ്റ്റിൽ കൊണ്ടുവന്ന് ഏറ്റവും മുകളിൽ വരെ എത്തിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ കാനഡയുടെ പ്രദേശം മുഴുവനും കാണാൻ പറ്റും. അപ്പോൾ അതാണ് CN ടവർ. പിന്നെ ഒരു അക്വേറിയം ഉണ്ട്, വലിയൊരു അക്വേറിയം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു വലിയൊരു ഹാളുണ്ട് ഇവിടെ. അപ്പോൾ ഈ യൂത്തിനൊക്കെ ഇന്നൊരു എന്തോ ഒരു ഫങ്ഷൻ അവരുടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരുവിധം കാനഡയിലുള്ള എല്ലാ യൂത്തും ഇന്ന് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടാണ് അവർ വന്നേക്കുന്നത്, വൈറ്റും ബ്ലാക്കും. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് അവർ വന്ന് ആ ഹാളിലാണ് അവരുടെ പരിപാടികൾ. പിന്നെ ഇത് അക്വേറിയമാണ്, വലിയ അക്വേറിയം. അപ്പോൾ ഇത് മക്കൾക്കൊക്കെ പിള്ളേർക്കൊക്കെ കാണാൻ നല്ല കൗതുകമായിട്ടുള്ള കാഴ്ചകളാണ്. ഭയങ്കര സെറ്റപ്പുള്ള ഭയങ്കര നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള പലതരം ഫിഷുകളും പിന്നെ നമ്മളുടെ നാട്ടിലുള്ള ഈ സ്രാഗ്, തെരണ്ടി അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ സൈസ് ഒരു 100-200 കിലോ ഒക്കെ ഉള്ള പോലത്തെ വലിയ സ്രാവുകളും തെരണ്ടിയുടെയൊക്കെ വലിയ അക്വേറിയം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.